റിലേ നമ്മുടെ ഈ കുഴിമന്തി തിന്നാനിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ വലിയ വിവാദമായി ഹോട്ടൽ ഉടമയൊക്കെ അറസ്റ്റ് ചെയ്തു. അത് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഈ ഉണ്ണിക്കണ്ണനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് വിഷുക്കണി വെക്കുന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു ആസൂത്രിതമായ ഒരു ശ്രമമാണെന്നുള്ളത് തർക്കമില്ലാത്ത. പക്ഷെ ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഈ ഹിന്ദു ചിഹ്നങ്ങളെ, ഹിന്ദു ബിംബങ്ങളെ, ഈ സനാതന ധർമ്മത്തിന്റെ പ്രതീകങ്ങളെ ഒക്കെ നിരന്തരം ആക്ഷേപിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു പുതിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നു. സത്യത്തിൽ ഇതൊരു പുതിയ സംഭവമാണോ? ഇത് ഈ ഹിന്ദു ബിംബങ്ങളെ, സനാതന ധർമ്മത്തിന്റെ പ്രതീകങ്ങളെ, ഹൈന്ദവ ചിഹ്നങ്ങളെ ഒക്കെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ? ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ജാതി മത ഭേദമന്യേ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥർ ഇത് കേവലം ഈ നമ്മുടെ ഇപ്പോ ഒരു മുസ്ലിം മതവിശ്വാസി നടത്തുന്ന കടയിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഒരു വിഷയം മാത്രമായിട്ട് ഒതുക്കി കാണേണ്ടതാണ്. തീർച്ചയായിട്ടും അല്ല. ഇപ്പൊ നാസിക്കില് TCS-ലുണ്ടായ പ്രശ്നം നമ്മൾ കണ്ടു. അതിന് പിന്നാലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലെൻസ്കാർട്ട് എന്ന് പറയുന്ന കണ്ണാടി കടയിൽ. ഈ ലെൻസ്കാർട്ട് എന്ന് പറയുന്ന കണ്ണാടി കടയിലെ ഈ സ്റ്റാഫുകളുടെ യൂണിഫോം ആൻഡ് ഗ്രൂമിംഗ് അതിനെ സംബന്ധിച്ചുള്ള നയങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ആ നയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് സാധാരണ കോർപ്പറേറ്റ് സെക്ടറുകളിലാണെങ്കിലും ഇപ്പൊ ചാനലുകളിലാണെങ്കിലും ഒക്കെ വാർത്ത വായിക്കുന്നവർക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടാവും. ചില ചാനലുകൾ ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഇല്ല. നേരത്തെ ഇന്ത്യ വിഷൻ അടക്കമുള്ള ചാനലുകളിലാണ് ഡ്രസ് കോഡ് നിലനിന്നത്. ഇന്ത്യ വിഷൻ റിപ്പോർട്ടിലുമൊക്കെ ഇപ്പോഴും വല്ലപ്പോഴും കോട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നെ ചില ചാനലുകൾ ഇപ്പോൾ അവരുടെ പേരെഴുതി, അത് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് കോട്ടൊക്കെ ഇട്ട് പുറത്ത് വരുന്നുണ്ട്. ചില ചാനലുകളുടെ ഒക്കെ പേരെഴുതി. ഇപ്പൊ റിപ്പോർട്ടറും ബിഗ് TV ഒക്കെ അത് കാണുന്നുണ്ട്. അത് ഒരു യൂണിഫോമിന് അപ്പുറത്തേക്ക് അവരുടെ ഒരു പ്രചരണമാണ്. ബിഗ് TV എന്ന് പറയുന്നത് വായിക്കും ആൾക്കാർ. ഒരു പെൺകുട്ടി ഈ ഡ്രസ് ഇട്ട് നടന്നാൽ, ഒരു കോട്ട് ഇട്ട് നടന്നാൽ അതിന്റെ പുറകിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ അറിയുന്നത് ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മൾ ഇതാരാണ് എന്ന് ചിന്തിക്കും. അപ്പൊ അതൊരവരുടെ ഒരു എന്താണ് പ്രൊമോഷന്റെ ഭാഗമായി തുണിക്കടയുടെ പേര് എഴുതി വെക്കുന്ന പോലെ ഒരു പ്രൊമോഷൻ എന്നുള്ളത് ഞാനതിൽ വിശ്വസിക്കുന്നുള്ളൂ. അതൊരു യൂണിഫോം ആണെന്ന് പിന്നെ സൗകര്യമാണ്. കുറച്ച് പോക്കറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ലെൻസ് സൂക്ഷിക്കാനും അല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ സൂക്ഷിക്കാനും ഒരു പേന സൂക്ഷിക്കാനും ഒക്കെ പറ്റും. ഇത്തരം കോട്ടുകൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് നേരത്തെ ചാനലിലൊക്കെ ഒരു അതായത് കേരളത്തിൽ ഇന്ത്യ വിഷനാണ് അതിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഡൽഹിയിലൊക്കെ നേരത്തെ ഉണ്ട്. ഡൽഹിയിൽ പോയി വന്ന നികേഷാണ് ആ യൂണിഫോം ഒക്കെ അഡാപ്റ്റ് ചെയ്താണ് ഇവിടെ അത്തരത്തിൽ കോട്ടും ഒരു കോപ്പി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെല്ലാം യൂണിഫോമിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഈ യൂണിഫോമിന്റെ സ്ട്രക്ചർ ഉള്ള സമയത്ത് പലപ്പോഴും നമ്മളോട് പറയും പൊട്ടു തുടരുത്. ആ യൂണിഫോമിന് ചേരില്ല. അത് നമുക്ക് കാണുമ്പോ തന്നെ ഒരു വല്ലായ്മ തോന്നും. അപ്പൊ അരോചകമാണ് അത് കാണുമ്പോൾ. അപ്പൊ അത് ഒരു ഡ്രസ്സിന്റെ ഒരു ഡ്രസ് കോഡാണ്. അപ്പൊ പക്ഷേ അങ്ങനെ ശരിയാണ്. നമ്മളിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമില് അദ്ദേഹം ഒരു ചന്ദനക്കുറി ഇട്ടിരിക്കുകയാണ്. നമുക്ക് അതെ ശരിയല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അന്നൊക്കെ അത് നമ്മൾ ഹിന്ദുക്കൾ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. നേരെ മറിച്ച് ഇപ്പൊ സ്കൂളുകളിൽ യൂണിഫോം. പക്ഷെ ഇപ്പൊ നോക്കൂ, കേരളത്തിലെ സ്കൂളുകളിൽ യൂണിഫോം. ഞാൻ പറയാം, പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡിന്റെ ഭാഗമായിട്ടല്ലാതെ ഈ ചന്ദനക്കുറി തൊട്ടു എന്ന് പറഞ്ഞിട്ട് മാനമൊന്നും വീഴുന്നില്ല. അതൊന്നുമില്ല. ഞാൻ പറയുന്നത് അതൊരു കാണുമ്പോൾ നമുക്കത് പരിചിതമാണ്. അല്ല, അത് അങ്ങനെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ സ്കൂളുകളിൽ യൂണിഫോം നേരെ തിരിച്ചാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നമ്മൾ കാണുമ്പോൾ പല ഈ കോൺസ്റ്റബിൾ തൊട്ട് ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വരെ നല്ല ഭംഗിയായിട്ട് ഭസ്മക്കുറിയൊക്കെ ഇട്ട് നടുക്കൊരു സിന്ദൂര പൊട്ടൊക്കെ ഇട്ടായിരിക്കും രാവിലെ യൂണിഫോം ഒക്കെ ധരിച്ച് ജോലിക്ക് എത്തും. അങ്ങനെ ഒരു കൾച്ചറുണ്ട്. പക്ഷെ കുറച്ചുകൂടി സന്ദർഭവശാൽ ഞാൻ റിപ്പോർട്ടർ ചാനലിലാണ് ആദ്യമായിട്ട് വിഷ്വൽ മീഡിയയിലേക്ക് പോകുന്നത്. അപ്പോ ഞാൻ ജന്മഭൂമി പത്രത്തിലായ ശേഷം വിഷ്വൽ മീഡിയയിലേക്ക് പോകുന്നു. അപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ചരട് ഉണ്ടായിരുന്നു. അപ്പൊ ചരട് മൂകാംബികയിൽ പൂജിച്ച ചരടായിരുന്നു. എന്നോട് നികേഷ് കുമാർ ചോദിച്ചത് രാഖിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാഖിയല്ല, മൂകാംബികയിൽ പൂജിച്ച ചരടാണോ. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കുമ്പോ നികേഷ് കുമാറിന്റെ കയ്യിൽ നവരത്ന മോതിരമുണ്ട്. പക്ഷെ മോതിരം നവരത്നം കാണാത്ത രീതിയിൽ തിരിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഹൈന്ദവമായ എന്തെങ്കിലും ഉള്ളത് ഒരു മോശപ്പെട്ട കാര്യമായി മറയ്ക്കാനുള്ള ഒരു ശ്രമം അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളോട് വാർത്ത വായിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു ജേർണലിസ്റ്റ് ആയിരിക്കുമ്പോ നമ്മളൊരു മതേതര സങ്കല്പം കാത്തു സൂക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മതം പെട്ടെന്ന് എടുത്തറിയരുതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ എന്റെ പേരൊക്കെ കേട്ടാൽ അറിയാൻ പറ്റും. പക്ഷെ എങ്കിലും പേര് പോലും കേട്ടാൽ അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വാർത്ത വായിക്കുന്നവര് ഈ താലി
അതുപോലെ പിന്നെ ഈ കുരിശ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി അത് മറച്ചു വെക്കണം. അതായത് മാല ഇപ്പൊ ഉണ്ടെങ്കിൽ മാല ഇങ്ങനെ ഇടാം, പക്ഷെ അതിൽ താരി കുരിശൊക്കെ നമ്മൾ ബാക്കിലാക്കി ഇടുന്ന ഒരു കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പെട്ടെന്നൊരു മാറ്റം കാണുന്നത്, അപ്പൊ ആ സമയത്ത് ഇന്ത്യ വിഷൻ ഉണ്ട്. പിന്നീട് ഒരിക്കൽ ഇന്ത്യ വിഷന്റെ എഡിറ്ററായിരുന്ന MP ബഷീർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ ഹിജാബ് ധരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബ് ധരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് വാർത്ത വായിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരൊക്കെയോ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യണം എന്ന് പറയുകയും നടക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്ത സന്ദർഭം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വളരെ കുറെ നാളുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം പലവട്ടം അത് ചർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയപ്പോ, പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച, അന്ന് ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. അവർ പുറത്ത് ഹിജാബ് ധരിച്ചിരുന്നു. തലയിൽ ഈ തുണി മറച്ചിട്ടിരുന്നു, ഷോൾ എടുത്ത് തലയിലേക്ക് ഇടുക. അപ്പോ അത് ചില സമയത്ത് കഴുത്തിലൂടെ ഇടും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ വാർത്ത വായിക്കുന്ന സമയത്ത് ഇന്ത്യ വിഷനിൽ അത് നടക്കില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ മീഡിയ വൺ വന്നതോടുകൂടി മീഡിയ വണ്ണിൽ ഇങ്ങനെ ഈ തലയിൽ തട്ടമിട്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് വാർത്ത വായിക്കുന്ന രീതി ഉണ്ടായി. അതോടുകൂടി അതൊരു അക്സെപ്റ്റബിൾ ആയി. ഈ പറയപ്പെടുന്ന ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന ആൾ മാതൃഭൂമിയിലാണ് അന്ന് ജോലി ചെയ്യുന്നത്. മാതൃഭൂമി ജോലി ചെയ്തപ്പോൾ വീണ്ടും ആ തട്ടം തലയിലേക്ക് ഇട്ടുകൊണ്ട് വാർത്ത വായിക്കുന്ന രീതിയിലൊക്കെ പെട്ടെന്ന് ആള് തന്നെ മാറി. ഞാൻ ആളുടെ പേര് ഇപ്പൊ പറയുന്നില്ല, നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ജേർണലിസ്റ്റാണ്. അപ്പൊ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, ഒന്നും പേര് പറയുന്നില്ല തൽക്കാലം. പക്ഷെ അത് പെട്ടെന്നൊരു അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ ഭംഗിയായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോ പലപ്പോഴും ഞാനൊക്കെ ആണെങ്കിൽ വല്ല വിശേഷ ദിവസങ്ങളിൽ, ഇപ്പൊ ഓണമോ ക്രിസ്തുമസോ അല്ലെങ്കിൽ ഓണം, വിഷു, അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ചന്ദനം തൊട്ട് വാർത്തകൾ ഒരു കുറി തൊടും. അപ്പൊ ആ ദിവസം ചിലപ്പോൾ വാർത്ത എടുക്കുമ്പോൾ ചിലപ്പോ അങ്ങനെ ഇടുമെന്നല്ലാതെ ഇപ്പോഴും ഞാൻ അങ്ങനെ പൊട്ടു തൊടും എന്നുള്ളതല്ലാതെ അതൊരു ഭംഗിക്ക്, മുഖത്തിനൊരു ഭംഗിയാണ് പൊട്ടു തൊടുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ അങ്ങനെ ചെയ്യാറില്ല. അല്ല, ഞാൻ ചോദിച്ചതിന്റെ അടിസ്ഥാനം ഇത്തരത്തിൽ ഈ ഇസ്ലാമിക ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൈസ്തവ ചിഹ്നങ്ങൾ, ഹൈന്ദവ ചിഹ്നങ്ങൾ, ഇതിൽ ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ഈ ഹൈന്ദവ ചിഹ്നങ്ങൾക്ക് എന്തോ ഒരു വർഗീയ സ്വഭാവം, ഈ പറയുന്ന പ്രത്യേകിച്ചും ഇസ്ലാമിക ചിഹ്നങ്ങൾക്ക് മതേതര സ്വഭാവം, അതൊരു ഗ്ലോബലി അക്സെപ്റ്റൻസ് ഉള്ളതാണ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ്. നമ്മൾ സ്കൂൾ യൂണിഫോമിന്റെ കാര്യത്തിൽ കണ്ടില്ലേ, ഈ അടുത്ത കാലത്തല്ലേ യൂണിഫോമുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അത്രയും കാലമില്ലാതിരുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് വരുന്നു, ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യം വെച്ചുകൊണ്ട്. ബാംഗ്ലൂരിൽ നമ്മളത് കണ്ടതാണ്. ബാംഗ്ലൂരിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായപ്പോ കുറച്ച് പെൺകുട്ടികൾ കാവി ഷാളൊക്കെ ഇട്ട് ചെന്നപ്പോ പ്രശ്നം തീർന്നവിടെ. അപ്പൊ അങ്ങനെ മാത്രമല്ല കോടതി അംഗീകരിച്ചില്ല. യൂണിഫോം എന്ന് പറഞ്ഞ അതൊരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനം നടത്തിപ്പുകാർ തുടക്കത്തിൽ തന്നെ തീരുമാനിക്കും എന്താണ് ഇവിടുത്തെ യൂണിഫോം, ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം, അധ്യാപകരുടെ സ്കൂളിൽ പഠിച്ചവരല്ലേ, ആ കാലത്ത് യൂണിഫോം ഉണ്ടായിരുന്നില്ലേ? അതാണ് ഞാൻ പഠിച്ചിരുന്ന കാലത്തൊന്നും ആരും തലയിലൊന്നും ഒരു പ്രശ്നമില്ല. യൂണിഫോം ഇട്ട് വരുന്നു, മര്യാദയ്ക്ക് പഠിക്കുന്നു, തിരിച്ചു പോകുന്നു, കുട്ടികളെ ഒത്തുചേർന്ന് കളിക്കുന്നു, ഒരു തരത്തിലുള്ള പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഈ BJP അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ BJP എവിടെയെങ്കിലും പ്രാമുഖ്യം ഉണ്ടാകും എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ഈ വർഗീയത ഇങ്ങനെ സൈഡിൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് അപ്പോ നമ്മുടെ ഈ പറയുന്ന കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയാണ്. BJP അങ്ങനെയല്ല എന്നെല്ലാം വരവ് കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി അവരെ ഒപ്പം നിർത്തും. അങ്ങനെ തന്ത്രം അത് CPM ആണ് ഏറ്റവും നന്നായിട്ട് പയറ്റിയത്. CPM അതിൽ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അത് തന്നെ അവരുടെ നാശത്തിനും കാരണമാകും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നാസിക്കിലെ TCS ഉണ്ടായ സംഭവം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇപ്പൊ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, അതൊരു ചെറിയ വിഷയത്തെ ഇങ്ങനെയാക്കിയതാ. ചെറിയ വിഷയമല്ല. അല്ല, അവിടെ ഒരു പുരുഷൻ, അതായത് ഒരു മെയിൽ എംപ്ലോയി, ഒരു പുരുഷ ജീവനക്കാരൻ 4 വർഷം കൊടിയ മാനസിക പീഡനമാണ് അനുഭവിച്ചത്. അയാളുടെ അച്ഛൻ പക്ഷാഘാതം വന്ന് കിടപ്പിലായിരുന്നു. അപ്പൊ അയാളോട് പറഞ്ഞത് ഈ മതത്തിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ അച്ഛൻ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെയാണ് ഈ രോഗശാന്തി ശുശ്രൂഷക്കാരൻ പറയുന്നത് പോലെ. അതുപോലെ തന്നെ ഇയാളുടെ നിർബന്ധിച്ച് ഈദ് ദിനത്തിൽ മുസ്ലിം തൊപ്പി ധരിപ്പിക്കുക, അയാളുടെ വായിലേക്ക് മാംസം, ഇതിന്റെ എല്ലാം ഇത് നമ്മൾ വെറുതെ പറയുന്നതാണ് എന്ന് ആൾക്കാർ വിചാരിക്കും. സത്യത്തിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദൃശ്യങ്ങള് ഇവരുടെ അതായത് ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ ഫോണുകളിൽ നിന്ന് തന്നെയാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഇതൊന്നും അല്ലാതെ വേറെ ഒരിടത്തൊന്നും അവർ സൃഷ്ടിച്ചതൊന്നുമല്ല, ഇവരുടെ തന്നെ ഫോണുകളിൽ നിന്ന് കണ്ടെടുത്തു. ഇത് വളരെ വ്യക്തമായിട്ട് വിവരങ്ങൾ വെറുതെ ഒരു മതഭ്രാന്തന് തോന്നിയ ഭ്രാന്തല്ല, കൃത്യമായ എണ്ണം പറഞ്ഞ അടുക്കും ചിട്ടയോടും കൂടിയ ഒരു പ്രവർത്തനത്തിന്റെ ഒരു പദ്ധതിയുടെ
അപ്പൊ ഞാൻ പറയുന്നത് യൂണിഫോമും അങ്ങനെയുള്ള യൂണിഫോം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ യൂണിഫോം ഉപയോഗിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട അവിടെ ഒരു വിഷയമുണ്ട്. ലെൻസ് കാർട്ടിന്റെ കാര്യം പറഞ്ഞു. ലെൻസ് കാർട്ടിൽ പൊട്ട് തൊടുന്നത്, സിന്ദൂരം തൊടുന്നത് നിഷിദ്ധമാകുമ്പോൾ അവിടെ ബുർഖ ധരിക്കുന്നത്, അതാണ് തെറ്റ്. നിജാബ് ധരിക്കുന്നതിന് അവിടെ എതിർക്കില്ല. അത് ശരിക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളിപ്പോ ഒരു യൂണിഫോമിന്റെ കൊണ്ടുവരാനാണ് സ്ഥാപനം ശ്രമിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അവിടെ ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് മതചിഹ്നങ്ങൾ? ആവശ്യമില്ല. അത് ഹൈന്ദവ ചിഹ്നങ്ങളായാലും ഇസ്ലാമിക ചിഹ്നങ്ങളായാലും ക്രൈസ്തവ ചിഹ്നങ്ങളായാലും ഏത് ചിഹ്നമായാലും അതിന്റെ ആവശ്യമില്ല. അവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡ് പക്ഷെ അതിനകത്തേക്ക് അപാരമായിട്ട് മതം കുത്തിവെച്ച് അതിനെ ഒരു മാർക്കറ്റിംഗ് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള അത് തന്നെയാണ് പറയാനുള്ളത് വിഷയം.